പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മെയ് മാസ വണക്കം 11-ാം തീയതി. കന്യകാമറിയം സമർപ്പിതരുടെ മാതൃക. പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവപിതാവ് തൻ്റെ തിരുസുതൻ്റെ മാതാവായി തെരഞ്ഞെടുത്തു. ആ മംഗളവാർത്ത മറിയത്തെ അറിയിക്കുവാനും അവളുടെ സമ്മതം വാങ്ങുവാനും വേണ്ടി ദൈവം സന്ദേശവാഹകനായ ഗബ്രിയേൽ മാലാഖയെ മറിയത്തിൻ്റെ പക്കലേക്ക് അയച്ചു. സുവിശേഷകനായ ലൂക്ക ആ രംഗം വിവരിക്കുന്നുണ്ട്. ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട യൗസേപ്പ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകാമറിയത്തിൻ്റെ പക്കൽ മാലാഖ എത്തി. ദൈവകൃപ ലഭിച്ചവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ ശിശുവിന് ഈശോ എന്നു പേരിടണം. ആ അഭിവാദനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാനാകാതെ മാലാഖയിൽ നിന്നും സംശയ നിവാരണം വരുത്തിയതിനു ശേഷം മറിയം പ്രത്യുത്തരിക്കുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. മറിയം സമ്മതം നൽകിയ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് അവളിൽ ആവസിച്ചു. അതോടെ മറിയം വലിയൊരു ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. ക്രിസ്തുവിനെ സമ്മതിക്കുവാനും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുവാനുമായി മുന്നോട്ട് വരുന്ന എല്ലാ സമർപ്പിതർക്കും അൽമായ പ്രേക്ഷിതർക്കും മാതാവ് ഉത്തമ മാതൃകയാണ്. ഇന്നും യേശുനാഥൻ തന്നെ അനുകരിക്കുവാനും അനുഗമിക്കുവാനും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനും അവർക്കായി സ്വയം വ്യയം ചെയ്ത് ശൂന്യവൽകൃതരാകാനും വേണ്ടി യുവതീ യുവാക്കന്മാരെ വിളിക്കുന്നുണ്ട്. ദൈവിക ജീവിതത്തിലേക്കും സന്യസ്ത ജീവിതത്തിലേക്കുമുള്ള ദൈവവിളി ശ്രവിക്കുവാൻ നമ്മുടെ കുട്ടികളും യുവാക്കളും പ്രാർത്ഥനാപൂർവം ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. വിളവധികം, വേലക്കാർ ചുരുക്കം. എല്ലാം ഉപേക്ഷിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക തുടങ്ങിയ യേശുനാഥൻ്റെ ആഹ്വാനം ശ്രവിച്ച് ആ ദൈവവിളിക്ക് കാതോർത്ത് വർത്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപുരോഹിതനായ ഈശോ, അങ്ങ് ദൈവമായിരുന്നിട്ടും ലോകരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചുവല്ലോ. ആ രക്ഷാകര കർമ്മത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സമർപ്പിതരുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവവിളി സ്വീകരിച്ച് രക്ഷകൻ്റെ അമ്മയാകുവാൻ സമ്മതിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മാതൃകയനുസരിച്ച് ദൈവഹിതത്തിന് കീഴ്വഴങ്ങി വർത്തിക്കുവാൻ ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സുകൃതജപം. കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.